അങ്ങനെ ദേഹം ചൊറിയും, ആനക്ക് ചൊറിയല്ലോ, ചൊറിയുന്ന സമയത്ത് ദേഹം വരയ്ക്കും. അതാ ഈ ബ്രൗൺ കളർ കാണുന്നത്. ഫുള്ള് ചെളിയാ, പൊടി ചെളി എല്ലാം ഉണ്ടെന്നൊക്കെ. ആനയുടെ ഒരു മറ്റേ പുറംചൊറിയണ സാധനം കൈയില്ലല്ലോ ചൊറിയാൻ. എല്ലാം ബ്ലോഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളിപ്പോൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷന്റെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ്. ഇതാണ് ശരിക്കും ഗവിയുടെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു പാസ് എടുക്കണം. ഇത് ഗവി ഫോറസ്റ്റ് ആണ്. അവിടെ നമ്മൾ ഗവിക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടിക്കറ്റ് ഗവി ഫോറസ്റ്റ് എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ നമ്മുടെ ഡ്രൈവർ പോയിട്ടുണ്ട്. നീ ശരിയില്ല. നമ്മള് രണ്ടുപേരുണ്ട്, രണ്ടുപേരല്ലേ, ഒരഞ്ചാറ് പേരുണ്ട്. വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനെ പറയണത് ഒരു ബോറടിക്കും. ഞാൻ പറഞ്ഞ സാധനം അത് രണ്ടുപേരും ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ മൂന്നാമതായിട്ട് ഇരുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അടിപൊളിയായിരിക്കും. അത് ഒരു പേര് തപ്പിയെടുക്കാൻ തന്നെ വൻ പാടാ. അതാണ് എൻ്റെ ഒരു കഴിവ്. അതുകൊണ്ട് എങ്ങനെ തപ്പണ്ടെന്ന് പറയാം. തപ്പൻ JAG മറ്റേ യുവിൻ്റെ അവിടെ പിടിച്ചേക്കിയിട്ട് മുകളിലേക്ക് ആക്കുക. യു 2 കുത്ത്. അത് വെറൈറ്റി ആക്കുക. കീബോർഡ് പോലും ഇല്ല. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യില്ല. കമ്പ്യൂട്ടറിൽ കിട്ടണമെങ്കിൽ @jaggu 122. പേര് മാറ്റില്ലേ, പേര് മാറ്റി. അതാണ് ഏറ്റവും നല്ലത്. സബ്സ്ക്രൈബേഴ്സ് ശരിക്കും കൂടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അന്ന് ഞാൻ പേര് മാറ്റാം. ഞാൻ 200 സബ്സ്ക്രൈബർ ഞാൻ പേര് മാറ്റി. 193 7 പേരല്ലേ, 7 പേര് കൂട്ടി. എന്റെ വീടിന്റെ അടുത്തൊരു ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞു, എന്റെ ചാനലാന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു ചെയ്തോളൂ, നല്ലത്. എന്റെ ചാനലല്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ ഗവി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പാസ്സൊക്കെ എടുത്തു കയറിയതാണ്. അത് ഇത് ഗവി ഫോറസ്റ്റ് അല്ല, ഇതാണ് ഗവി. അത് വേറെ ഏതോ മീൻസ് അത് ഡാമിന്റെ എന്തോ. അത് ഗവിന്റെ 61 കിലോമീറ്റർ ഗവിയിലേക്ക് എന്നല്ലേ പറഞ്ഞത്. ഇതാണ് ഗവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബസ് വരുന്നത് അറിയില്ല. നമ്മൾ ഇറങ്ങാൻ തോന്നുന്നുണ്ടോ? ഇറങ്ങുമ്പോ വയറിന്നൊന്ന് പുറത്ത് വരും. പാമ്പാടി കോളേജിൽ റൂമിൽ കൊണ്ടിട്ട് എല്ലും വെച്ച് കുത്തി. അതന്നെ എല്ലൂരിയൊക്കെ അടിക്കണം. മറ്റേ ജെയിംസ് ബോണ്ട് സിനിമയിൽ ഇടയ്ക്ക് ഇങ്ങനെ മെയിൻ വില്ലന്മാർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ഞാൻ പറഞ്ഞ മറ്റേ ഈ ഗോൾഡൻ ഐ എന്ന് പറഞ്ഞ കയ്യിലെടുത്ത് അടിക്കുന്ന ഒരു തിരിച്ചും രോഹിത് ശർമ്മ ഷോൾഡർ അതവര് സെറ്റാക്കി നോർമലി തന്നെ. എന്റെ ഫ്രണ്ട് മെഷീനറി അവൻ ഡിസൈനിങ്ങില്ല, പക്ഷെ മെഷീനറി ഇടയ്ക്ക് വർക്ക് ചെയ്യും. പ്ലീറ്റ് ഇടണതല്ല, മെഷീൻ്റെ ഉള്ളിൽ കൈയിട്ട് കൈ തിരിച്ചപ്പോ ഈ എല്ല് പുറത്ത് വന്ന് തോലും പൊട്ടി പുറത്ത് വന്നിട്ട് ഇവൻ കൈ ഇങ്ങനെ ഊരി കിടക്കുക. ഇവനെ കണ്ടിട്ട് മൊത്തം പേടിച്ചിരിക്കുക. അപ്പൊ കടയുടെ ഓണർ തന്നെ വന്നിട്ട് പെട്ടെന്നൊരു തിരിച്ചപ്പോ അത് ഉള്ളിൽ കയറി. എന്നിട്ട് എങ്ങനെ ലോക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ ഈ 2 വെട്ട് കാണാൻ പറ്റും. അതിന് എല്ല് പുറത്ത് വന്നു. ഇറങ്ങടാ കഴിക്കാം. നീ ചോദിച്ചു അല്ല പോയി കൊച്ചു പാമ്പേ ഇവിടെ തന്നെ കഴിക്കാം. എന്നാ ഇറങ്ങിക്കോ. നമ്മൾ നേരത്തെ തെറ്റിയില്ലേ ഒരു വഴി, അതെങ്ങോട്ടേക്ക്? ഓ അങ്ങോട്ടാണ് പോണ്ടേ? ഓ അങ്ങനെ. ആശ എന്ത് സ്ലീപ്പിംഗ് ആണ്. 2 ഉണ്ടോ? പമ്പ ഡാം കാണിച്ചു തരാം. അതാണ് പമ്പയിലേക്ക് പോകുന്ന വെള്ളം ഒഴുകി പോകുന്നു. മലയിൽ പമ്പയാർ പിറക്കുന്നു ശബരിമലയിൽ പൊന്മല നമ്മുടെ പുണ്യമല.
നമ്മുടെ പുണ്യനദി. ഓക്കെ, ഇതാണ് പമ്പ ഡാം. പമ്പ 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 പമ്പൈ പമ്പ പമ്പയും പമ്പൈ പമ്പൈ പമ്പടാം പാമ്പടാം പാമ്പടാം. ആകാശം കാണുന്നുണ്ടോ? ആരും കാണാം. ഇത് ഇവിടുത്തെ ആകാശം ഇവിടെ മാത്രം കാണാൻ പറ്റുള്ളൂ. ഷൈൻ ടോമിനെ പോലെ സംസാരിക്കില്ല. കുറേ ഉണ്ടല്ലോ. കുറേ ഉണ്ട്, ഒരു 5 പാർട്ട് എന്നൊക്കെ. അമജിത്തൊക്കെ വൻസി വന്നിരുന്നിട്ട് തന്നെ തള്ള. ഡാൻസ് കണ്ണടയും വെച്ചിട്ട് ഇത് സൈഡിൽ കാണിക്കണം കേട്ടോ. അതന്നെ ഇവിടെ ഇവിടെ കാണാം. ഇവിടെ കാണാം. അമജിത്തിന്റെ ഡാൻസ്. ഓപ്പൺ ഹൈമറിന്റെ വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ട്രിവാൻഡ്രം പോണോ ഓപ്പൺ ഹൈമർ കാണിക്കാൻ. ഇവിടെ ബോംബ് പൊട്ടുന്നു പറഞ്ഞിട്ട് ലാപ്ടോപ്പിലെടുക്കുക. VFX ചെയ്താ. ഇവിടെ പൊട്ടിക്കണോ? ഇവിടെ പൊട്ടിക്കണോ? ഇവിടെ പൊട്ടിക്കണോ? പൊട്ടിച്ചു വെച്ചിട്ട് ആ ഓട്ട പൊട്ടിച്ചു തരാം. അത് VFX പൊട്ടുവന്നൊക്കെ. അത് കോട്ടയം, കൊല്ലം. എനിക്ക് ചോദിച്ചേട്ടൻ്റെ സ്നേഹം തോന്നുന്നുണ്ട്. പറ്റിയില്ല. അപ്പൊ കണ്ണൂരിട്. കണ്ണൂർ എന്തെന്നാണ് നമ്മ PDA പോയി കഴിച്ചില്ലേ ഇന്ന്? വീഡിയോ ഫീലാ. PDA പീഡിയ എന്ന് വെച്ചാൽ കടയില്ലേ? പീഡിയ എൻസൈക്ലോപീഡിയ. അത് അങ്ങനെയാണ് ഫുഡ് കഴിച്ചിട്ട്. നല്ല നല്ല ഫുഡായിരുന്നു. എന്തൊക്കെ നല്ലായിരുന്നു. സാമ്പാർ കുറച്ച് വെള്ളമായി പോയി, പക്ഷെ ഒപ്പിക്കാം. സാമ്പാർ കണ്ണൂരിലെ അടിപൊളി. വറുത്തരച്ച് തോരനൊക്കെ ഉണ്ടായിരുന്നു. തോരൻ അടിപൊളി. എനിക്ക് കൈപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ തോരനോ? ക്യാബേജ്. മറ്റത്തോരം ക്യാബേജ് ഇപ്പം കഴിക്കുന്നതാണല്ലോ. കൈപ്പൊക്ക ഞാൻ ഉണ്ടാക്കലില്ല. ഓ, മീനോ? മീനും അടിപൊളിയായിരുന്നു. എന്ത് മീനായിരുന്നു? അതിന് പേരറിയില്ല. ഇത് നമ്മളിവിടെ എത്തി ഗൈസ്. ഈ പോവാ ഞാൻ പറഞ്ഞത്. ഇതെന്താ? ഡോണ്ട് പ്ലക്ക് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ചെടികളും പൂക്കളും ശരിക്കും ഇത് പ്ലക്ക് ചെയ്താലേ പുതിയത് വരുള്ളൂ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ബോട്ടിങ്ങിന് വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അവർ ലൈഫ് ജാക്കറ്റ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിടാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ അവിടെ കാണിക്കാം. കീറിയ പാൻറ് ജിത്തുവിനെ കാണിച്ചിരുന്നു. അതിനെ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കടാ. കീറിയ പാൻറ് വീഡിയോ എടുക്കാം. വഴിക്ക് വീണ കുട്ടികളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇവനാണ് വഴുക്കി വീണത്. ഇവൻ വഴുക്കി വീണായിരുന്നു. വീഡിയോ കിട്ടിയാ ചെറുതായിട്ട്. ഇല്ലടാ, കഴിഞ്ഞ മറ്റേ അവിടെ വെച്ചല്ലേ കോട്ടപ്പാറ. കഴിക്കുക. ഞാൻ വഴുക്കിയില്ല. ഞാൻ ഇല്ലിക്കക്കല്ല് പോയപ്പോ ഒന്ന് വീണായിരുന്നു. നല്ല വീഴ്ച. അല്ല, നമ്മ എല്ലാരും വീണായിരുന്നല്ലേ അവിടെ വന്നിട്ട്. മനു തെന്നി വീണ്. അത് കണ്ട് ഞാൻ ചിരിച്ച് അപ്പർ സൈഡ് മാറിയപ്പോ ഞാൻ തെന്നി വീണ്. ആശ അത് കണ്ട് ചിരിച്ച് ആശയം വീണ്. ഇതില് കേറാനാണോ ഒരാള് പെമ്പിള്ളേരല്ല വരെ പോട്ടി കയറി വെള്ളത്തിൽ പൊങ്ങി കിടന്നോളൂ ഈ സാധനമുള്ള ഫോൺ പോകാണ്ടിരുന്നത്. കഥ കാണാൻ പറ്റും. കയാക്കിങ് അതാണ് അടുത്ത ആഴ്ച പോകണം. അടുത്ത ആഴ്ച അത് ഇതല്ല, അത് സിംഗിളാ. അത് ഇതിനൊക്കെ വരാം. ആർട്ടിസ്റ്റ് വീഡിയോ എടുക്കാൻ ആരും ഇല്ല. വലുത് വേണം. ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഒരാൾ എടുക്ക്. എടുക്ക്. വെള്ളത്തിലിടാതെ എറിയാൻ പറ്റുമോ? പറ്റില്ല. അത് പറ്റില്ല. റിസ്കാ. നിന്റെ കോപ്പർ തന്നെ അല്ലടാ, അത് വെള്ളത്തിൽ ഇറങ്ങി വന്നത്. രാവിലെ കിട്ടും.
നോക്കീനാ നോക്കി ഉണ്ട് അയ്യോ കയ്യില് വെയില് കൊടുക്കട്ടെ വെയില് എന്താ നീ മങ്കി ക്യാപ്പ് എടുക്കാനില്ലേ നമുക്ക് വാങ്ങിക്കപ്പില്ലല്ലോ അവിടെ ഉണ്ടായിരുന്നല്ല സ്കാർഫ് ഉണ്ടായിരുന്നില്ലേ ഇതിനകത്ത്? കഴിക്കണ് ആ, അതെടുത്തോ. ഇത് പിടിച്ചേ MGR ആച്ച ഇഞ്ചിയാറിന്റെ തോട്ടം ഒരു കന്നഡ വേണോ ചോദിക്കാം? ഈ സാധനം ജിത്തുബായിന്റെ എടുക്കായിരുന്നു ഇതെന്താ ജിത്തുബായിന്റെ റെഡ് എടുക്കായിരുന്നു എനിക്ക് ഉടിയാ അല്ല ഈ സാധനം അത് കുറച്ച് ചെറുതാ അവക്ക് ഈ കളർ തന്നെ വേണോ ഞങ്ങള് കാലം കുറഞ്ഞു ഏഴാം മയിൽ ആന കണ്ടില്ല. ആനനെ കണ്ടില്ല ആണ് മൈറ്റ ആൺമയിൽ രാവിലെ ബസ് തിരിച്ചു വന്നുണ്ട് അപ്പൊ അവര് ഫുൾ ആനയായിരുന്നു വെള്ളത്തിൽ കളിക്കുന്നത് വെള്ളത്തിട്ട് മുക്കിയാൻ ഇപ്പൊ ചേട്ടനാളോട് ഇവിടെ തന്നെ ഫിയർ വേണം ഫിയർ വെള്ളം വെള്ളത്തിൽ കൂട്ടി മുട്ടിച്ചെടുക്കാൻ പോണം അത്രയ്ക്ക് എനിക്കില്ല ചേട്ടൻ പോകുമ്പോൾ 1.5 ലക്ഷം അവന്റെ സൈലന്റ് പ്ലേസ്. നീയാണ് സൗണ്ട്. ഇവിടെ ആന വരലുണ്ടോ? ഇവിടെ ക്രോസ് ചെയ്യോ? ആളില്ല അപ്പൊ തുമ്പിക്കല്ല് തുമ്പിക്കൈ പൊക്കി വെച്ചിട്ട് തുമ്പിക്കൈ വെച്ചിട്ടാ? തുമ്പിക്കൈ ഇങ്ങനെ വെക്കും. ഞാൻ സിനിമയിലുണ്ട് മറ്റേ കപ്പൽ മുതലാളി ശരയുടെ നടനായിട്ടുള്ളൊരു സിനിമ അതിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ മനൊന്ന് തല മാറ്റി കുടിഞ്ഞ കുഞ്ഞൊക്കെ ഇരിക്കും. കോഴിക്കോട് സ്ലോ മോഷൻ സൈലന്റ് ആണല്ലോ. ആമനെ കണ്ടോ? കേഫ് നോക്കിയോ? ആമനെ കണ്ടോ? ആമ കണ്ട? എടാ ചാടനതിന് മുന്നേ കണ്ടോ? ഇങ്ങനെ ഞാനുള്ളതുകൊണ്ട് ചേട്ടൻ എക്സ്പെൻസിൽ 500 എൻ്റെ പേരും ബാക്കി 500 എൻ്റെ പേരും 1500 അമ്പലത്തിൻ്റെ പേര്. ഞങ്ങളുടെ ഫോട്ടോ എടുത്തോ? നിങ്ങൾ എടുക്കാം. മൊത്തല്ലേ കിടിക്കുന്നല്ലേ അത് കൈട്ട് മുക്കിട്ട് കൈ കാണുന്നത് നിങ്ങളായിരുന്നു ഇവിടെ ഇരിക്കണ്ടേ ഞാൻ വീട്ടിലുള്ള ആളെ നടുക്കിരിക്കണത് നടുക്കാ? വീട്ടിലുള്ള ആളെ നടുക്കിരിക്കണ്ടേ ഞങ്ങളുടെ അട്ടയില്. ആ ശരിയാ, ഒരട്ട അവിടെ അയിലുണ്ടല്ലോ. സെറ്റ്. കല്യാണത്തിന് സദ്യ ഉണ്ണുമ്പോ ഫോട്ടോയില് വരാൻ വേണ്ടിട്ട് തലയിലൊന്നും ചാടില്ലല്ലോ. ചാടിയതിന്റെ അകത്തല്ലേ ചാടുന്നത്. അത് വിഷമുള്ള പാമ്പാണോ? മോഷൻ ഇതൊന്നൊന്നുമല്ല. അയ്യോ
കറങ്ങി കളിക്കുന്നത് അവരും കിടക്കുന്നുണ്ട്. ആ സാർ ഇതൊക്കെ എന്തെന്നൊക്കെ ഇതൊക്കെ ഞങ്ങള് നാട്ടിൽ കറങ്ങിയ ചേട്ടാ ഇങ്ങനെ കറക്കിട്ട് ആരെങ്കിലും വാള് വെച്ചിട്ടുണ്ടോ? കാക്കനാടിലെ വെള്ളം അത് മഞ്ഞ വെള്ളം, കറുത്ത വെള്ളം. മഞ്ഞല്ല എന്തോ വെള്ളം. അത് കെമിക്കൽ വെള്ളം. ഇത് പുഴുവാ, തല മാത്രം ഇങ്ങനെ. മറ്റേ ബെണ്ടൻ സിനിമയില് അല്ല ബെണ്ടൻ കാർട്ടൂണിൽ മറ്റേ കാറൊക്കെ ഇങ്ങനെ വലിച്ചിരിക്കണ സാധനല്ലേ? അപ്ഗ്രേഡ് അല്ലേ? മറ്റേ ഇങ്ങനെ മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കിട്ടൊക്കെ ഇങ്ങനെ അതിന്റെ തല മാത്രം ഇങ്ങനെ ആടി നിൽക്കും. എനിക്ക് പേരൊന്നും അറിയണോ, മറന്നുപോയി. അതുപോലെ ഫസ്റ്റിലാണോ? അല്ല സെക്കൻഡില് ഗൂപ്പാണ്. ഗ്രൂപ്പിനൊക്കെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനത്തെ സംഭവം. ഓഗിയൊക്കെ നമ്മുടെ അതൊക്കെ നമ്മുടെ കീഴിലുള്ള. പിന്നെ മറ്റേ പ്രേതമുള്ളത് മറ്റേ പട്ടിയൊക്കെ ഉള്ളത് ഒരു അത് നിർത്തിയല്ല. നിർത്തിയില്ലേ? സീനെ നിർത്തി. സീനൊക്കെ ഞാൻ എട്ടി പഠിക്കുമ്പോ ഇതിന്ന് പോയി നിർത്തി. ബെണ്ടനൊക്കെ പോയപ്പോ ഭയങ്കര സങ്കടം. ഞാൻ മൊത്തം ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പ്ലസ് വണ്ണിലല്ല, ഫസ്റ്റ് ഇയറിൽ മിസ് അടിച്ചിട്ട് ആനിമേഷന്. അതേ വൈപ്പിട്ട് നോക്കി മിസ്റ്റർ ബീൻ അനിയത്തി. കുമളി വന്നിട്ട് കുമളിന്ന് പാക്കറ്റ് കിട്ടല്ലേ? കുമളിയല്ല, വണ്ടിപ്പേര്. ആശ താടി ഉണ്ടെന്നൊക്കെ അമ്മക്ക്. കാലല്ല താടി. തടി മീശ ഉണ്ടെന്നൊക്കെ. എന്റെ ഫോണിലൂടെ ആമ ഡിപ്രഷനിലാന്ന് അതാ എന്നെ അവിടെ തന്നെ ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ താടി ഉണ്ടോ നോക്കാൻ പറഞ്ഞു. കഷ്ടപ്പാട്. എടാ പാമ്പ് പോയാ നോക്കിയേ. അത് നമ്മുടെ ഇപ്പൊ കണ്ണൂർന്നു. മരം കൊള്ളാട്ടോ, മരത്തിന്റെ ബ്രാഞ്ചൊക്കെ വന്നേക്കണം. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കണം. കഴിവ് കൂടുതലാണ്. എന്താ അതിനെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ അറിയാം. പിന്നെ ബോട്ടിൽ ഞാൻ കണ്ടായിരുന്നു ഓപ്പൺ ചെയ്യണം. അടി തിരിച്ചു പിടിച്ചിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യാമല്ലോ, അത് കഴിവുണ്ടല്ലോ. ഇന്നലെ പ്ലാസ്റ്റിക് കുടിച്ചിട്ട് ഫിറ്റായി അത്. ഞാൻ തുറന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ പിടിച്ച് എന്റെ ബാഗെ പിടിച്ച് വലിച്ചിട്ട് പോണേരിക്കും. ആശേനെ പീഡിപ്പിക്കാൻ വന്നായിരുന്നു. ആശേനെ പീഡിപ്പിക്കാൻ വന്നു. ഇതാണ് ഗവിയിലെ സ്കൂൾ. ഗവി സ്കൂൾ, ഗവി LP സ്കൂൾ. അപ്പൊ കോളേജൊക്കെ എവിടെ ഇരിക്കും? പത്തനംതിട്ട. ചെറിയ സ്കൂളാണല്ലോ. 10 യു പി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് വേറെ എന്തെന്ന്? തമിഴ്നാട്ടിലെന്താ 1, 2, 3 എല്ലാം ഒരേ സ്കൂളിൽ പഠിച്ചോണ്ട് അറിയില്ല. ഹൈസ്കൂൾ പ്രൈമറി സെക്കൻഡറി ഹയർ സെക്കൻഡറി പ്രൈമറി സെക്കൻഡറി ശരിയാ. അല്ല ഇവര് 4 UP LP 4 വരെയാണ് നമുക്ക് പ്രൈമറി സെക്കൻഡറി ഹയർ റിച്ച് ടീംസിലാ. ഓ CBSE സ്റ്റേറ്റിലെ പിള്ളേരെ അറിയോ? ഗവൺമെന്റ് സ്കൂളിലാണ്. ഗവൺമെന്റ് ഇവന് CBSE ആണ്. ഞാൻ ഇവര് ശനിയാഴ്ച ക്ലാസ്സിൽ പോകുമ്പോ ഞാൻ അവിടെ സൈഡ് കൊറേ പിള്ളേർ ഞാൻ അവിടെ ഓണം വെക്കേഷനൊക്കെ ഒരു ക്ലാസ് ഉണ്ട്. രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏപ്രിലില് CBSE സ്റ്റേറ്റ്. ഗവൺമെന്റിൽ പഠിക്കണം വേറെ ലെവല. പിഴച്ചുണ്ടല്ലോ അമ്മാരിപ്പഴെന്ന് വെച്ചാൽ അമ്മാരിപ്പഴ. ലാമ്പലെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. കിളിയല്ലേ? വേഴാമ്പൽ
അത് ഞാൻ ഹോൺബില്ലല്ലേ മറ്റേ ഇങ്ങനെ ടൊക്ക് 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 സൗണ്ട് അല്ല അത് മയിലേ അങ്ങനത്തെ ഒരു ശബ്ദം. ഹോൺബിൽ മഴ മുഴക്കി വേഴാമ്പൽ നിന്ന പറയും മല മുഴക്കി അതിനെന്താ പറയാം ഇംഗ്ലീഷ് എന്തോ മൗണ്ടൻ ക്രൈ. എന്തോ പേരുണ്ട് അവിടെ ഒരു കുറക്കുണ്ടായിരുന്നു. കുരങ്ങ് മാത്രമല്ല റെഡ് ബീക്ക് കൊണ്ടില്ല അങ്ങനെ ഞാനിവിടെ ഗെയിമർ ഐസ് വെച്ചിട്ട് കാണാൻ പോവാടാ. ആരാ ഗെയിമർ ഐസ് ഗെയിമർ വയസ്സ് അത്ര വലിയ ഓഫ് റോഡ് അല്ല, എന്നാലും വലിയൊരു ഓഫ് റോഡ്. ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ റോഡ് ഇതിലൊക്കെ മോശം. ഓരോ ദിവസം ഓരോ വഴിയാന്നൊക്കെ. കൊച്ചിനെത്ര ഓഫ് റോഡ് അല്ലേ? ഓഫ് റോഡ് കൊച്ചിയിലുണ്ട്. അതന്നെ ഇതൊക്കെ മേലെ നമ്മള് ജീപ്പ് എടുക്കാറില്ലേ? അതെ നമ്മുടെ സ്പ്ലെൻഡർ നമുക്ക് കയറും. അതെ കാട്ടുപറ്റി 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 ജയന്തേട്ടനെ കൊണ്ടുണ്ടല്ലോ കാട്ടു മനുഷ്യൻ ആശുവിനെ കാട്ടുപറ്റിയാണല്ലോ. കാട്ടുകോഴി പക്ഷെ എന്ത് തന്നെ ആയാലും കണ്ണൂർ പോയി തന്നെയല്ലേ ഇത്? കണ്ണൂര് പോകുന്നതല്ലേ ഏഹ് കണ്ണൂര് പോകുന്നതല്ലേ ബാക്കിയെല്ലാം കണ്ണൂരാ. അതെങ്ങനെ നോർത്ത് കേരളയിൽ റോഡ് ഭയങ്കര മോശമായിട്ട് വെള്ളമൊക്കെ വരും. കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകും. ശ്ശേ, ഞാൻ ശരിയാക്കി തരണം. വേണ്ട ഒറ്റയടിയാണ് കള്ളം കോഴിക്കോട് പേര് മാറ്റി. കാട് കയറാനാണ് ആ പാത്തുണ്ടായിരുന്നത്. ഒന്നുകൂടി ഒച്ചക്ക്. കാട്ടുപശു അവിടെ ഒരു വഴി ഉണ്ടേനോ, ആ വഴി ഉണ്ടാക്കിയത് ഗവിന്റെ കാട്ടിലോട്ടാണ്. ഇനി തൃശ്ശൂർ ഭാഷയല്ലേ? അവിടെ ഒരു വഴി കോയമ്പത്തൂര് കഴിഞ്ഞ് കണ്ണൂർ കഴിഞ്ഞ് അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു. അത് ഗവിക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കിയാണ്. ആ പ്രോപ്പർ നീ പ്രോപ്പർ അല്ലേ തൃശ്ശൂർ അല്ലേ? വെറുതെ അല്ല. കാട്ടിക്ക് പോണത് അതൊന്നല്ല അങ്ങനെയൊന്നും അല്ല. അത് ഇവരെ പറയുന്നത് ആര്? വെണ്ണുണ്ടാ മണ്ണ് പോണ് നിങ്ങ നമ്മ അത് ഷാരനാണ് അങ്ങനെ പറയാ. അർമ്മി പറയും നിങ്ങളെ മഞ്ഞുണ്ടാ മഞ്ഞുണ്ടാ ആ ഇതാണ് ഗൈസ് ജബി ഡാം. ജബി ഡാം ആ സാറ് നോക്കി ടാറ്റാണി പോണ്ട പോണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഗേവിയുടെ ഡാം കഴിഞ്ഞു ഗൈസ്. നോ പാർക്കിംഗ് തന്നെ പാർക്ക് ചെയ്യൂല. അതൊക്കെയാണ് മലയാളീസ്. ഇവിടെ തുമ്മണം. എടാ ഒരു പുല്ലെടുത്തേ. മൂക്കിന്റെ ഇങ്ങനെ വരയ്ക്കുന്നൊക്കെ. ഇതെന്ത് ബനിയൻ ട്രീ? ഇതാണോ ബനിയൻ ട്രീ? ബനിയൻ ട്രീ ഗൈസ്. ഇതാണോ ബനിയൻ ട്രീ? അല്ലേ കൊറേ ഉണ്ടത്. ഗ്രൂപ്പ് ഓഫ് കുരങ്ങീസ്. ആശ ടീം പോണില്ല. ആശ എവിടെ ഇറക്കി വിട്ടാലോ? കണ്ണൂര് പോണോ? ഏ ഇല്ലേ? ആരും മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. എന്താ കണ്ണൂരിൽ നിന്ന് അടുത്ത ആഴ്ച പോയി മരത്തിൻ്റെ ഒക്കെ തീർന്നു. ഇതല്ല ക്ലൗഡ് നോക്കണം. ക്ലൗഡ് അത്യാവശ്യം ശബരിമല. അവിടെ ഈ മലയുടെ അപ്പുറത്തെ സൈഡിലാണ് ശബരിമല. നമ്മൾ രാവിലെ അവിടുന്ന് കണ്ടേ. രാവിലെ പൊന്നമ്പലമേട് അത് അത് ആ കാണുന്നത് അങ്ങ് കണ്ടോ? അതേ ഈ തെളിഞ്ഞിരിക്കുന്നത് പൊന്നമ്പലമേട് ഈ തെളിഞ്ഞിരിക്കുന്നതാണ് കാട്. അവിടെ ടവർ ഇവിടെ ഉണ്ട്. ഓ അതാണ് നമ്മൾ ട്രക്കിങ് ആണ്. ഓ ഇതേ ഇവിടെ ഉണ്ടല്ലോ. ഇങ്ങനെ നടന്നു പോകാൻ പറ്റൂല. മുകളിലെത്താല. ഓ
രാവിലെ കണ്ട നേരെ ഓപ്പോസിറ്റ്. കയറുന്നതല്ലേ നമ്മള് നേരത്തെ വന്നത്. അല്ല അല്ല അവിടേക്ക് വന്ന സ്ഥലത്ത് എഴുന്നേറ്റ് വരും. ഓർഡിനറി മഴക്കാറ് കാണിക്കണോ? രസമുണ്ട് രസമുണ്ട്. മുടി പറഞ്ഞപ്പോൾ സാധനം കഴിച്ചു. കലാരടിക്കാൻ കണ്ടോ? കളറടിക്കുക കളറടിക്കുക വായിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എത്രാമത്തെ ചെക്ക് പോസ്റ്റാണ്? 28 ആവശ്യത്തിന് ഡാമും കണ്ടു. കുറെ ചെക്ക് പോസ്റ്റ്. ആനനെ മാത്രം കണ്ടില്ല. ആനനെ കാണണ്ടൊരു എല്ലാവർക്കും ആനനെ കാണുന്നത് ആശ സെറ്റ്. ആനനെ കാണാത്ത ഒറ്റയാന പിന്നാലെ തുറത്തുന്ന പോലെ